ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മാർക്കറ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെലിഗ്രാമിൽ രാവിലെ നമ്മൾ ഈ ലെവൽസുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലെവൽസ് വെച്ചാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നേരം നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയുടെ താഴെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഇപ്പോൾ കറൻറ്റ്ലി 916 917 ആവാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് റിവേഴ്സൽ അല്ലെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മളെന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഓർഡർ ബ്ലോക്കും അതുപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പും ഒക്കെ മാർക്ക് ചെയ്ത് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 9:21 ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഓൾമോസ്റ്റ് ട്രെൻഡ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ഏറ്റവും അടുത്തുള്ള സപ്പോർട്ടാണ് 23,021 to 23,000. നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ടെലിഗ്രാം ചാനൽ നമ്മൾ ഈ ലെവലുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്കൊരു BOS കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ട്രെൻഡ് കൺഫർമേഷൻ താഴത്തേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, അത് കഴിഞ്ഞിട്ട് BOS, അത് കഴിഞ്ഞിട്ട് ഒരു ബിഗ് മൂവ്മെൻറ്റ്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റ്. അപ്പോഴാണ് നമുക്ക് ഓർഡർ ബ്ലോക്കും അതുപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പും മാർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മുടെ ഇത് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ ഒരു BOSും ഒരു ലിക്വിഡിറ്റി സ്വീപ്പും നമുക്ക് തന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക്, ഒരു ബെയറിഷ് സൈഡിലേക്കുള്ള ഓർഡർ ബ്ലോക്കാണ്, ഒരു ബെയറിഷ് ഷോപ്പി ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബെയർ ഷോബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി വേണം. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ലാണ്ട് ഒരു OB നമുക്ക് വാലിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബെയറിഷ് സൈഡിലേക്കുള്ള ഓർഡർ ബ്ലോക്കായിട്ട് ഇതിനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ഗ്രീൻ ക്യാനിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് എടുത്തിരിക്കുന്നത്. 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു വലിയ ക്യാനിൽ നമുക്ക് ബ്രേക്ക് ട്രെൻഡ് കൺഫർമേഷൻ കിട്ടിയ കാരണം തന്നെ എന്തായാലും ഒന്നില്ലെങ്കിൽ നമ്മൾ താഴത്ത് നമ്മുടെ 23,000 സപ്പോർട്ട് എന്തായാലും എടുക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഹൈയും ലോയും കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സെൽ സൈഡ് നമുക്ക് പ്രീമിയം സോൺ തന്നെയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും കണ്ടുപിടിക്കുക എന്നുള്ളത് ഞങ്ങളെല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഓർഡർ ബ്ലോക്കിലോ അല്ലെങ്കിൽ FEGയിലോ വന്ന് നമ്മുടെ ഈ ഓൾറെഡി സ്വീപ്പ് ചെയ്തേക്കുന്ന ലെവലുകൾ സ്വീപ്പ് ചെയ്താൽ നമുക്ക് എൻട്രി എടുക്കാം. 23,134 നമുക്കൊരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ലെവൽസിലേക്ക് ഒന്ന് വരുന്നത് വരെ. എന്നിട്ട് നമുക്ക് എൻട്രി നമുക്ക് എടുക്കാവുന്നതാണ്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ആ ലെവലുകളും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം BOS വാലിഡ് അല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സ്മോളർ ടൈം ഫ്രെയിമിൽ ആ സിംഗിൾ 1 മിനിറ്റ് ക്യാൻഡിലിനും നമുക്കൊരു ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പും കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒരു എന്തായാലും ഒരു ക്യാൻഡിലിന് എപ്പോഴും ഒരു ഓർഡർ ബ്ലോക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്കും FEG ഉണ്ടാവുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൽ ആദ്യത്തെ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ സെക്ഷനിലുള്ള ഒരു OBയിൽ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആദ്യത്തെ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവോ അതോ രണ്ടാമത്തെ ഓർഡർ ബ്ലോക്ക് ആണോ വാലിഡ് ആവണേന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓൾസോ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളുക, ഫ്രീ ആണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഈ ലെവലുകൾ എത്തുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സപ്പോർട്ട് ഏരിയയുടെ അടുത്ത് തന്നെയാണുള്ളത്. എന്തായാലും നമ്മുടെ ലെവലിലേക്ക് എത്തുന്ന വരെ എന്തായാലും വെയിറ്റ് ചെയ്യാം. മേ ബി നമുക്ക് എൻട്രി തരാണ്ട് താഴത്തേക്ക് പോകാൻ മേ ബി ചാൻസ് ഉണ്ടാവാം. പക്ഷേ നമ്മൾ അതിൽ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ എൻട്രി കിട്ടുന്ന വരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എൻട്രി മിസ്സാവണമെങ്കിൽ മിസ്സായി പൊക്കോട്ടെ. അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഓർഡർ ബ്ലോക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് താഴ്ത്തുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഓർഡർ ബ്ലോക്ക് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക്
എൻട്രി എടുക്കാം. 23,134 ആദ്യം സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരുന്നു. അത് ഇനിയിപ്പോൾ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. അതിന് മുകളിലായിട്ട് ജസ്റ്റ് എബോവ് ആയിട്ട് ഒരു ലിക്വിഡിറ്റി സ്വീപ്പും നമുക്ക് ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു സ്വീപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് ആ സ്വീപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ടാർഗറ്റായിട്ട് നിങ്ങൾക്ക് 23,000 അല്ലെങ്കിൽ 23,21 അടിയിൽ മാർക്ക് ചെയ്തേക്കണ ആ സപ്പോർട്ട് നിങ്ങൾക്ക് ടാർഗറ്റായിട്ട് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷനിലാണ് എൻട്രി ചെയ്യണമെന്ന് കുറേ പേർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ കൊടുത്തിരുന്ന ട്രേഡ് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ 23,000 പുട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ ബൈ പ്രൈസ് 105 to 106 ലെവലിലാണ് ബൈ പ്രൈസ് നമ്മൾ വെച്ചിട്ടുള്ളത്. എന്തായാലും ഒരു അപ് ടു 100ന് മേളിലായിട്ടും 140ക്ക് താഴെയായിട്ടുള്ള ഓപ്ഷൻസാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത്. അത് ചൂസ് ചെയ്താൽ നമുക്ക് ഈ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൽ ആ ലെവലുകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രീമിയം ഉള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 20 പോയിൻറ്റ്സ് 25 പോയിൻറ്റ്സ് 30 പോയിൻറ്റ്സ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന നിഫ്റ്റിയുടെ 23,000 പുട്ടാണ് ഉള്ളത്. 105 106 റേഞ്ചിലാണ് എൻട്രി ലെവൽസുകൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ 23,134 ഒന്ന് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ ഇനി നമുക്ക് എൻട്രി എടുക്കാം. നമ്മുടെ എൻട്രി ലെവലിൽ എത്തിയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ക്രിയേറ്റ് ചെയ്തേക്കണ ആ ഒരു ഹൈയുടെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കാം. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് എന്തായാലും വരുള്ളൂ. ടാർഗറ്റ് നമുക്ക് ഒന്നില്ലെങ്കിൽ 23,020 താഴെ മാർക്കാണ് സപ്പോർട്ട്. അല്ലെങ്കിൽ നമുക്ക് 1:5 അല്ലെങ്കിൽ 1:6 ലെവലിൽ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. എന്തായാലും നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരിക്കുന്ന ട്രേഡ് എന്ന് പറയുന്നത് 23,000 പുട്ടിൻ്റെ ഓൾമോസ്റ്റ് 140 ആണ് ഹയസ്റ്റ് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ താഴെ വരെ മറ്റേ നിയറസ്റ്റ് സപ്പോർട്ട് 23,000 അല്ലെങ്കിൽ നിങ്ങൾക്ക് 1:6 1:5 ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് കിട്ടും 20-25 പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എൻട്രി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ടാർഗറ്റ് അടിക്കുമോ അതോ സ്റ്റോപ്പ് ലോസ് അടിക്കുകയോ ഇല്ലയെന്ന്. ഈ സ്ട്രാറ്റജിയുടെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്ഷമ വേണം ഇതിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ താഴ്ത്തുനിന്ന് ഇപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര സമയം വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ക്ഷമയില്ലെങ്കിൽ നമ്മൾ നേരത്തെ എൻട്രി എടുത്ത് ഇപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഈസി ആയിട്ട് അടിച്ച് പോയേനെ. എന്തായാലും നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഇതിൽ സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. ഓർഡർ ബ്ലോക്കിൽ അല്ലെങ്കിൽ FVGയിലോ എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് ഓർഡർ ബ്ലോക്കിന് തൊട്ട് മുകളിലായിട്ട് ആ സ്വീപ്പിൽ വയ്ക്കുക. നമ്മൾ ആ റൂൾസ് നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്തിട്ട് ആ ഒരു ലെവലുകൾ ആക്റ്റീവ് ആവണം വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് പല ടെൻഡൻസികളുണ്ടാവും. നമ്മൾ താഴത്തേക്ക് പോകണമെന്നുണ്ട്, നമ്മൾ അതിൽ ചാടി എൻട്രി എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു എൻട്രി മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊക്കോട്ടെ. ഒരു എൻട്രി മിസ് ചെയ്ത് കഴിഞ്ഞാൽ 100 എൻട്രീസ് വേറെ ഉണ്ടാവും. അപ്പോൾ ഒരു എൻട്രി മിസ് ചെയ്തെന്ന് വെച്ച് വിഷമിച്ച് അതിൽ ചാടി കയറരുത്. ഓടുന്ന ട്രെയിനിൽ ചാടി കയറി കഴിഞ്ഞാൽ തലകുത്തി വീഴുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ലെവൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തായാലും വെയിറ്റ് ചെയ്യുക ആ ലെവലിലെത്താനായിട്ട്. എന്നിട്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വരുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് 9:45 നല്ല ക്വിക്കായിട്ടൊരു 1:6 ട്രേഡ് ഹിറ്റായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി റിസ്കി ട്രേഡേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 23,000ലും നിങ്ങൾക്ക് ട്രേഡ് വയ്ക്കാം. ഇപ്പോൾ കുറച്ച് കൂടുതൽ ലോട്ട് എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് കുറച്ച് ലോട്ട്സ് ഇവിടെ ബുക്ക് ചെയ്തിട്ട് ബാക്കി ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് ട്രെയിൽ SL വെച്ചിട്ട് ഫുള്ള് നിങ്ങൾക്ക് റൈഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജീനെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടൈമിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ വരുത്താമെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരുന്ന ട്രേഡ് 23,000 പുട്ട് നല്ലൊരു മൂവ്മെൻറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ജാക്ക്പോട്ട് ട്രേഡ് തന്നെയാണ്
നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് 40+ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്ര ഉള്ള ഈ വീഡിയോയിൽ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓൾസോ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊള്ളുക. ഫ്രീ ആണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നല്ല നല്ല ലെവൽസുകളും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോയിൽ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.